ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് AWSൽ വിൻഡോസ് സെർവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. എന്നിട്ട് അതിനെ എങ്ങനെ RDP വഴി കണക്ട് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയുന്നത്. ഓൾറെഡി ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കോൺഫിഗറേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഞാനിപ്പോൾ EC2ൻ്റെ ഡാഷ്ബോർഡിലാണ് നിൽക്കുന്നത്. നമുക്ക് ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കാം. അവിടെ സെർച്ച് ടാബിൽ നമുക്കിപ്പോൾ ഞാൻ വിൻഡോസാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വിൻഡോസ് എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഏത് വെർഷനാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് വിൻഡോസ് 2019 ആണ് ചൂസ് ചെയ്യുന്നത്. 16 12 ഏതാ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 19 ആണ് ചൂസ് ചെയ്യുന്നത്. ബേസാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്റ്റൻസ് ഏത് ടൈപ്പ് വേണമെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ T2 മൈക്രോണാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതെല്ലാം അടുത്ത സെക്ഷനാണ് EC2ൻ്റെ കോൺഫിഗറേഷൻ, ഏത് നെറ്റ്വർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സെക്ഷനാണ്. ഇവിടെ എനിക്ക് നെറ്റ്വർക്ക്, സബ്നെറ്റ്, പബ്ലിക് IP വേണോ, അതേപോലെ ഡൊമൈൻ, റോള്, അതുപോലെ തന്നെ ടെർമിനേഷൻ, പ്രൊട്ടക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഏതൊരു സബ്നെറ്റ് പറഞ്ഞു കൊടുക്കുക, VPCയും സബ്നെറ്റും പറഞ്ഞു കൊടുക്കുക, റോൾ ഉണ്ടെങ്കിൽ റോള് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ എനേബിൾ ടെർമിനേഷൻ പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതാണ്. മോണിറ്ററിങ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ അൺലിമിറ്റഡ് വേണമെങ്കിൽ അൺലിമിറ്റഡ് ടിക്ക് ചെയ്യാം. ക്രെഡിറ്റ് സ്പെസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രിപ്റ്റ് എന്തെങ്കിലും റൺ ചെയ്യണമെങ്കിൽ അവിടെ കൊടുക്കാവുന്നതാണ്. പവർഷെല്ലാണെങ്കിൽ പവർഷെല്ല്. ഞാൻ നെക്സ്റ്റ് അടിച്ചു. ഇവിടെ ഇതാണ് സ്റ്റോറേജിൻ്റെ സെക്ഷൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എൻക്രിപ്ഷൻ എനേബിൾ ചെയ്യാം. ബൈ ഡിഫോൾട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 30 GB ആണ് വരുന്നത്. മിനിമം 30 GB വേണം. അതേപോലെ വോളിയം ടൈപ്പ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ GP2 തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ നെക്സ്റ്റ് കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇത് നമ്മളിപ്പോൾ വോളിയം ടൈപ്പ് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് IOPS മാറുന്നുണ്ട്. ഞാൻ GP2 ഡിഫോൾട്ട് തന്നെ ചൂസ് ചെയ്യുവാണ്. ഇവിടെ ടാഗ് നെയിം എന്താണെന്നുള്ളത് ഇവിടെ ടാഗ് നെയിം പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ വിൻ 2019 ജസ്റ്റ് കൊടുക്കുവാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റൻസ്, വോളിയം, നെറ്റ്വർക്ക് ഇൻ്റർഫേസിന് ആ ടാഗ് നെയിം അസൈൻ ആയിക്കോളൂ. അതേപോലെ ഇവിടെ ഞാനൊരു പുതിയതായിട്ടൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. വിൻഡോസ് 2019 SG എന്നും പറഞ്ഞ് അത് തന്നെ കോപ്പി ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് വിൻഡോസ് കണക്ട് ചെയ്യാനായിട്ട് RDP ആണ് വേണ്ടത്. അപ്പോൾ RDP എന്തായാലും എനേബിൾ ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നിലെ എൻ്റെ IP മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എനിവെയർ വേണമെങ്കിൽ എനിവെയർ കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ IP മാത്രമാണ് ഞാൻ റെസ്ട്രിക്റ്റ് കൊടുക്കുന്നുള്ളൂ. അവിടെ നിന്ന് മാത്രം കണക്റ്റ് ചെയ്താൽ മതി. ലോഞ്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വെബ് സെർവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എനേബിൾ ചെയ്യാം. HTTPSും അലോ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നെക്സ്റ്റ് അടിക്കുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റിവ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താം, അല്ലെങ്കിൽ ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതേപോലെ കീ പറഞ്ഞു കൊടുക്കാം. ഒന്നിലെ പുതിയ കീ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കീ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വേണമെങ്കിൽ ക്രിയേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കീ നെയിം കൊടുക്കണം, എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് കീ ആണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി എൻ്റെ അടുത്ത് കീ ഉണ്ട്. അപ്പോൾ ഞാനത് കൊടുത്തിട്ട് ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുവാണ്. കീ ഇല്ലെങ്കിൽ നിങ്ങൾ പുതിയ കീ ക്രിയേറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ട് വേണം ലോഞ്ച് ചെയ്യാനായിട്ട്. വ്യൂ ഇൻസ്റ്റൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ EC2ൻ്റെ സെക്ഷനിലേക്ക് ചെല്ലും. അവിടെ എൻ്റെ സെർവർ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വിൻഡോസ് 2019 ആണ്. ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് പെൻഡിങ് ആണ് കാണിച്ചിരിക്കുന്നത്. ടൈം എടുക്കും, ഒരു 4 മിനിറ്റെങ്കിലും മിനിമം വേണം. ഇപ്പോൾ റണ്ണിങ്ങും സ്റ്റാറ്റസ്റ്റൊക്കെ പാസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ പബ്ലിക് IPയും പ്രൈവറ്റ് IP എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ പോയിട്ട് RDP കണക്ട് ചെയ്യാനുള്ള പോർട്ട് അലോ ആണോ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ട് കണക്റ്റ് കൊടുക്കുക. നമുക്ക് പാസ്വേഡ് ജനറേറ്റ് ചെയ്യാനുണ്ട് നമ്മളുടെ കയ്യിലുള്ള കീ വെച്ചിട്ട്. RDP ക്ലയൻറ്റിൽ വന്നതിന് ശേഷം ഗെറ്റ് പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി എൻ്റെ ലോക്കൽ പീസിൽ ഞാൻ കീ കിടപ്പുണ്ട്. അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത കീ ഉണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്ത് പാത്ത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് ഡിക്രിപ്റ്റ് പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ എനിക്ക് പുതിയൊരു പാസ്വേഡ് കിട്ടും. ഇത് ഡിഫോൾട്ട് കീ ആണ്. നമുക്കിത് വിൻഡോസിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ കീ പാസ്വേഡ് മാറ്റാവുന്നതാണ്. മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ കീ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പബ്ലിക് DNS അല്ലെങ്കിൽ IP അഡ്രസ്സൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തു. അതേപോലെ തന്നെ പാസ്വേഡും കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ പുതിയ സെർവറിലേക്കാണ് ഞാൻ കണക്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. അത് കണക്റ്റ് ആവുന്നുണ്ട്. RDP സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നമ്മൾ RDP പോർട്ട് പറഞ്ഞു കൊടുത്താലും ഇത് കണക്റ്റ് ആവില്ല. ഇവിടെ എറർ അടിക്കും.
ഇപ്പോൾ എൻ്റെ പുതിയ സെർവറിലേക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു വിൻഡോസ് സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്തേക്ക് കണക്ട് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് പാക്കേജാണോ വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ വെബ് സെർവറാണ് ഇതിനകത്ത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ IAS എനേബിൾ ചെയ്യണം, എന്നിട്ട് അതിനകത്തേക്ക് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് ഒരു വിൻഡോസ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ഡ്രൈവ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് വോളിയം ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് സെർവർ മാനേജറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് IAS എനേബിൾ ചെയ്യണമെങ്കിൽ അവിടെ പോയിട്ട് റോൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IAS എനേബിൾ ചെയ്ത് അതിനകത്ത് വെബ്സൈറ്റെല്ലാം ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ IAS എങ്ങനെ എനേബിൾ ചെയ്യാം, എന്നിട്ട് വെബ്സൈറ്റ് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.